അപ്പോൾ മുത്തും പവഴവും അതിൻ്റെ അനുസ്യൂതമായ യാത്ര തുടർന്ന് വീണ്ടും എത്തി നിൽക്കുകയാണ്. ഒ എൻ വി സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ പാടുക, പാടി അല്ലെങ്കിൽ പാട്ട് എന്നൊക്കെ പറയുന്ന വാക്ക് ഏതെല്ലാം ഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അപ്പം ഇന്ന് പറയാൻ പോകുന്ന ചിത്രം രാജശില്പി. ആർ സുകുമാരൻ സാറാണിത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഒരു പ്രത്യേക കഥ, ശിവപാർവതിയുടെ ആ ഒരു സംയോഗം മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രീ മോഹൻലാൽ, ഭാനുപ്രിയയാണ് നർത്തകിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു കറക്റ്റ് ചോയ്സാണ്. നർത്തകി തന്നെ നൃത്തമായി മാറുന്ന അകാര സൗഷ്ഠവമുള്ള തുല്യ കലാകാരിയാണ് ഭാനുപ്രിയ. അപ്പോൾ ഇതിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. ഇതിൽ ഏത് പാട്ടിലൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച വാക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററാണ് രാജശില്പി എന്നുള്ള ചിത്രത്തിൻ്റെ സംവിധായകൻ. അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏത് ടൈപ്പ് ഗാനങ്ങളും സുഭദ്രമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വാക്ക് വരുന്ന ഗാനം, ആദ്യത്തെ ഗാനം ഞാൻ പറയാം. കാവേരി പാടാമിനി സഖി നീ ദേവൻ്റെ സോപാനമാ ആരോമലേ അലയാഴിതൻ. ഇതാണ് ഗാനം. തുടങ്ങുന്നത് തന്നെ കാവേരി പാടാമിനി സഖി നീ ദേവൻ്റെ സോപാനമായെന്നാണ്. പല്ലവിയിൽ തന്നെ ഒ എൻ വി സാറ് തൻ്റെ കുട്ടികൾ ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞ പോലെ, തൻ്റെ ആദ്യാക്ഷരം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഈ വാക്ക് തുടങ്ങിക്കൊണ്ടാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. കാവേരി പാടാമിനി സഖി നീ ദേവൻ്റെ. ഇനി അനുപല്ലവി തുടങ്ങുന്നത് വീണ്ടും അതേ വാക്ക് കുറിച്ചുകൊണ്ടാണ്. പാടും പ്രിയതരമാടും തിരകളിലാഴും സുഖനിമിഷം. നോക്കൂ, പാടും പ്രിയതരമാടും. അവിടെ അദ്ദേഹം ആ വാക്ക് തൻ്റെ അക്ഷരങ്ങളുടെ ഹരിശ്രീയിൽ തന്നെ കുറിച്ചുകൊണ്ടാണ് ഈ പാട്ടിലെ പല്ലവിയിലും ഞാൻ പറഞ്ഞ അനുപല്ലവിയിലും ഈ ഗാനത്തിൽ തുടങ്ങി വച്ചിരിക്കുന്നത്. ഇനി രാജശില്പിയിലെ രണ്ടാമത്തെ ഗാനം ചിത്രചേച്ചിയാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. അതാണ് പല്ലവി തുടങ്ങുന്നത്. അമ്പിളിക്കല ചൂടും. സാക്ഷാൽ പരമശിവനാണ്. അദ്ദേഹത്തിൻ്റെ ജടയിൽ സപത്നിയായിട്ടുള്ള ഗംഗ ഒളിച്ചിരിപ്പുണ്ട്. അമ്പിളിയുടെ കലയാണ് അദ്ദേഹം ചൂടിയിരിക്കുന്നത്. ആ അമ്പിളിക്കല ചൂടുന്ന നിൻ തിരുജിടയിൽ ഈ തുമ്പമലർന്നാണ് വിശേഷിപ്പിക്കുന്നത്. എനിക്കും ഒരിടമില്ലേ എന്ന് ഒരു ആരാധികയെ പോലെ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് ഈ ഗാനത്തിൻ്റെ പല്ലവി. അനുപല്ലവി ആരംഭിക്കുന്നത് ഈ ഗാനത്തിൻ്റെ ആദി വിഭാത ശ്രീ പോലെ ആടി മുന്നിലാരോ, ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അനുപല്ലവിയുടെ അവസാനം മതകരങ്ങൾ ഗിരിതടങ്ങൾ അടവിതൻ ഹൃദയരാഗം അരുവി പാടി എന്നാണ് എൻ്റെ അവസാനം. അവിടെ അദ്ദേഹം വാക്ക് പാടി എന്ന് പറഞ്ഞ് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്ക് അന്വേഷിക്കുന്ന പദം ഇതില്ലെങ്കിൽ കൂടി അതിൽ രണ്ട് മനോഹര ഗാനങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ പ്രതിപാദിച്ചിട്ട് പോവാം. ചിത്രചേച്ചി പാടിയ മറ്റൊരു ഗാനമുണ്ട്. അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി, അങ്ങനെ പോകുന്നൊരു ഗാനം. പിന്നെ യേശുദാസ് സാറ് പാടിയ അത് വിഷ്വലീകരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശില്പിയായി അഭിനയിക്കുന്ന അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ ആ തൈലം, നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരുന്ന ഭരണിയിലെ തൈലം പുരട്ടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഭാനുപ്രിയയുടെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഗാനരംഗം. ശരിക്കും അപ്പോൾ അതിനകത്ത് എന്ത് രസകരമായിട്ടാണ് ഭാവനകൾ, കൽപ്പനകൾ ഒ എൻ വി സാർ ഉപയോഗിച്ചിരിക്കുന്നത്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവേൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നു. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരോ എന്നാകണ്ട. പൊൻവയിൽ ഈ നീരാടുന്ന സമയത്ത് കണ്ണേറുമായി പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ അനുപല്ലവിയുടെ ഭംഗി തന്നെ. കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ
പൊന്നുച്ചന്തം. കണ്ടോ, വെള്ളത്തിൽ ശില്പം പോലെ മനോഹരിയായ സുന്ദരിയാണ്. കാറ്റിൽ ഇതാ ഒഴുകി വരുന്നത് തൈലത്തിൻ്റെ ഗന്ധമാണെന്നും. കാറ്റിൽ നീറ്റിൽ പ്രാസം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റിൽ തൈലഗന്ധം, നീറ്റിൽ പൊന്നുച്ചന്തം, പൊയ്കയിൽ. അത് അതിമനോഹരമായ ഭാവനകളുടെ എന്താ പറയുക, ഇങ്ങനെ ഒരു കുത്തൊഴുക്കാണ്. ശില്പമായി നൃത്തമായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെങ്കിൽ പോലും കവിതയും മറ്റൊരു ചാരുതയാർന്ന വാങ്മയ ചിത്രമായി മാറിയിരിക്കുകയാണ് രാജശില്പിയിൽ. യശോദ സാറാണ് ഈ ഗാനം ആലപിച്ചത്. അപ്പോൾ 4 ഗാനങ്ങളുണ്ട്. 2 ഗാനങ്ങളിലാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും രാജശില്പി എന്നുള്ള ചിത്രത്തിലെ എല്ലാ പ്രതിഭകൾക്കും, അതിന് രവീന്ദ്ര മാസ്റ്റർ, യശോദ സാർ, അതിൻ്റെ സംവിധായകൻ ആർ സുകുമാരൻ സാർ, അവരെല്ലാവരും നമസ്കരിച്ചുകൊണ്ട് ഇന്ന് മുത്തുംപവിഴം തൽക്കാലം യാത്ര പറയുകയാണ്. മറ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നിങ്ങൾ വീണ്ടും തുടരണം. അന്ന് ഞാൻ മറ്റ് ഗാനങ്ങളുമായി വീണ്ടും വരും.